വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ റീസെന്റ് ആയിട്ട് ഷോർട്സിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെയറിന് ഇടി കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഹെയറിന് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സ് അല്ലേ, നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിന് ഞാൻ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. എനിക്ക് നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. കറക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ എപ്പോഴൊക്കെ മുടി കോമ്പ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നല്ലോണം തന്നെ മുടി കൊഴിഞ്ഞു പോകും. അതൊരു 1-2 മുടിയല്ല, അത് അത്യാവശ്യം 10-20 മുടിയെക്കാട്ടിലും കൂടുതലായിട്ടും മുടി കൊഴിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കാണിച്ചേക്കാന്ന് വിചാരിച്ചത്. കാരണം ആ ഒരു പോക്കിലായിരുന്നു ഒരു 2 മാസം കൊണ്ട് തന്നെ തല മിക്കവാറും മൊട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കാണിച്ചത്, ഞാനിവിടെ നീരൊഴുക്കിൽ വൈദ്യശാലയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനകത്ത് തന്നെ നമുക്ക് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണിത്. പക്ഷെ അത് പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം എറണാകുളത്താണെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റല്, പിന്നെ നമ്മുടെ കിൻഡർ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കാക്കനാട് ഇവർക്കൊരു മെയിൻ ബ്രാഞ്ചും കൂടെ ഉണ്ട് കേട്ടോ. ഈ കാക്കനാട് മാത്രമാണ് മെൻസിന് വേണ്ടിയിട്ടുള്ളത് ആ ഒരു സെക്ഷൻ ഉള്ളത്. ബാക്കിയെല്ലാം വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പ്രസവം കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല, നമുക്ക് ഏതൊരു വുമണ്ണും വന്ന് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്, ഫേഷ്യൽ പാക്കുകളും അങ്ങനെ. അപ്പൊ ഇത് ഈ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലായതുകൊണ്ട് നിങ്ങൾക്ക് അധികം അങ്ങനെ സൈഡ് എഫക്റ്റുകൾ വരത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആയുർവേദം ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റ് ആവും. ഒന്നൊന്ന് കൂടി അങ്ങനെ പിന്നെ കൺട്രോളായി കുറഞ്ഞു വരികയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ എടുത്ത ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ സൺഡേ ആയിരുന്നു പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പൊ ഒട്ടും ഹെയർ ലോസ് ഇല്ല. 1-2 ഇപ്പൊ ഞാനിപ്പോ ഈ 2 ദിവസത്തിനിടയ്ക്ക് എനിക്ക് 2 മുടിയെങ്ങാണ്ടാണ് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അതുപടി തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം തന്നെ കെയർ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മുടി കൊഴിയും. ഇപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു, അവിടെ ഡോക്ടർ ഉണ്ട്, നമ്മൾ ഡോക്ടറെ കാണിച്ച് കൺസൾട്ട്, എനിക്ക് ഈ വീഡിയോ എപ്പോഴും മൂക്ക് കയറിട്ടോ. ഓക്കെ, ഞാനവിടെ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഓയിൽ മസാജും ഒരു ഹെയർ പാക്കും കേട്ടോ. ഓയിൽ മസാജിന്റെ ചാർജ് എന്ന് പറയുന്നത് 500 രൂപയായിരുന്നു. പിന്നെ ഈ ഒരു ഹെയർ പാക്കിന് 800 രൂപ. ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്ന, സലൂണിലൊക്കെ പോയി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് മസാജ് ആണ് ഇവര് ചെയ്തു തരുന്നത്. എനിക്കത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടോട്ടൽ 1 അവറിന്റെ ഡ്യൂറേഷൻ ഉണ്ടായ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ഹെയർ ലോസിന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഇലക്ട്രിക് സ്കാൽപ്പ് മസാജർ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു പ്രൊസീജിയറാണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു വീഡിയോയില്. ഇങ്ങനത്തെ ഒരു കുഞ്ഞൻ ആമ ഷേപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു മസാജർ കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഇത് വെച്ചിട്ട് നല്ലോണം ഒരു മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഹെയർ ലോസിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ടെന്ന് ഞാൻ പറയും കേട്ടോ. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് തലവേദന, തലകറക്കം അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ലോണം തന്നെ നിങ്ങളുടെ സ്ട്രെസ് റിലീവ് ആവും. അതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പൈസ കുറച്ചുണ്ട്, 500 റുപ്പീസാണ് ഇത് റേറ്റ് വരുന്നത്. ദെൻ പൈസ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും മേടിച്ചോളൂ കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. സോ ഞാൻ ആ ഒരു ഹെയർ ലോസ് ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ 3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. എന്റെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മുടി കുറച്ചും കൂടെ മോയ്സ്ചർ ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വീക്കിലി വൺസ് ഹെയർ മാസ്ക്, ദെൻ 3 ഡേയ്സ് കൂടുമ്പോൾ ഹെയർ ഓയിലിങ്, ദെൻ ഞാൻ പക്ഷെ ഷാമ്പൂയും ചെയ്യുന്നത് ഈ ഹെയർ ഓയിലും ചെയ്യുന്ന സമയത്ത് തന്നെ ഷാമ്പൂ ചെയ്ത് ഇടും. കാരണം വെച്ചാൽ എനിക്കിങ്ങനെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഷാമ്പൂ ചെയ്ത് ഇടാറുണ്ട്. പക്ഷെ ഷാമ്പൂ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് റിമൈനിങ് പാർട്ട് മാത്രം, അതായത് സ്കാൽപ്പിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഷാമ്പൂ മാത്രമാണ് ബാക്കി ഭാഗത്തിന് വേണ്ടി യൂസ് ചെയ്യാറ്. അല്ലാണ്ട് ബാക്കിക്ക് വേണ്ടി പിന്നെയും ഷാമ്പൂ എടുക്കാറില്ല കേട്ടോ. അപ്പൊ അത് എക്സസീവ് ഷാമ്പൂ ആകും, നമ്മുടെ മുടി വീണ്ടും ഡ്രൈ ആകും. ആവശ്യത്തിന് മാത്രമുള്ള പ്രൊഡക്റ്റുകളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടീഷണറും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴൊക്കെ പുറത്തു പോയി വരുമ്പോൾ തല വേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തലയിൽ ചെളിയായിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഹെയർ വാഷ് ചെയ്യും കേട്ടോ. ഇപ്പൊ പിന്നെ ഞാൻ ചൂടുകാലം ആയതുകൊണ്ട് ഏകദേശം റെഗുലർ ആയിട്ടും ഹെയർ വാഷ് ചെയ്യാറുണ്ട്. കാരണം എപ്പോഴും എന്റെ തല സ്വെറ്റ് ആവും, തല ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു ടൈപ്പാണ് എന്റെ. അതുകൊണ്ട് ഞാനിപ്പം എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ബേസിക്കലി നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതിനെക്കാട്ടിലും ഡെയിലി ഈ ഒരു ചൂടുകാലത്ത് ഡെയിലി നമ്മുടെ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെയർ ലോസ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ
ഇത്രയൊക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു ഹെയർ ലോസ് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്ന ചില ചേഞ്ചുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഓയിൽ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു ഓയിൽ തന്നെ, അതായത് എന്റെ കാച്ചി എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഹെയറിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഇത് എറണാകുളത്ത് കേട്ടോ, കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലും കിൻഡർ ഹോസ്പിറ്റലും ഒക്കെ ഇവരുടെ ഒരു ഈ നീരൊഴുക്കി വൈദ്യശാലയുടെ തന്നെ പ്രസവരക്ഷയ്ക്കും അല്ലാത്ത ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല എണ്ണ ഇട്ടിട്ട് നല്ലൊരു ഓയിൽ മസാജ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുമാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇരുത്തിയൊക്കെ ചെയ്ത് പിന്നെ കിടത്തിയിട്ടാണ്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടുന്ന, അതായത് നമുക്ക് മുകളിലത്തെ കുപ്പായ ഉരണ്ട വരും, കാരണം ഇല്ല ഡ്രസ്സിൽ കൂടിയൊക്കെ ആകും, അതുകൊണ്ടാട്ടോ. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചെയ്യണം താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ടവലും കയ്യിൽ കരുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹെയർ പാക്കാണ്. ആ ഹെയർ പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സോളം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്തിട്ട്, നമ്മൾ നോർമലി പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്തില്ല, അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് കഴുകി കളയുക കേട്ടോ ചെയ്യുന്നത്. കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ തന്നെ നീലഭൃംഗാദി ഓയിലുണ്ട്, ആ ഓയിൽ മേടിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ഓയിലാട്ടോ. അല്ലാണ്ട് പിന്നെ ഭൃംഗരാജിൻ്റെ ഓയിലുണ്ട്, അതും നല്ലോണം മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ്. ഈ നീലഭൃംഗാദി അതുപോലെ തന്നെ ഭൃംഗരാജും ഞാൻ ചെറുപ്പത്തിൽ നല്ലോണം യൂസ് ആക്കിയിട്ടുള്ള ഓയിലാണ്. കാരണം അത് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കി തന്ന ഓയിലാണ്. ഈ ഭൃംഗരാജും ഇതൊക്കെ ഇട്ടിട്ടോ നല്ല എണ്ണയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല തിക്നെസ്സും ഉള്ള മുടിയായിരുന്നു അന്ന് എനിക്ക്. അതിനുശേഷം നമ്മൾ മുടിയൊക്കെ കഴുകി കളഞ്ഞ്, ഇത് കണ്ടില്ലേ എൻ്റെ തലേന്ന് പോയിട്ടുള്ള മുടിയാട്ടോ ആ കാണുന്നത് മുഴുവൻ. ഇത്രയൊക്കെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്കുള്ള സപ്ലിമെന്റും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇനി ഹെയർ ലോസ് മാറ്റാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമല്ല, പ്ലസ് എന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇനിഷ്യേറ്റീവും കൂടെ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് ഹെയർ ലോസ് എത്ര കണ്ടിട്ട് ഹെയറിൽ എത്രമാത്രം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എന്തൊക്കെ ഷാംപൂസ് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കാതെ അലോപ്പതി വേണോ ആയുർവേദം വേണോ എന്ത് വേണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അതനുസരിച്ച് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. മുടി എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് മുടി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചില ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരു കഷണ്ടി ഉണ്ടെങ്കിലൊക്കെ അതൊരു ഇൻസെക്യൂരിറ്റി പല ആൾക്കാർക്കും തോന്നാറുണ്ട്. ഞാനത് മോശമാക്കി പറയല്ല, പക്ഷെ പല ആൾക്കാർക്കും ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ലോസിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക കേട്ടോ. സോ ഞാൻ എന്റെ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് പല കാര്യങ്ങളും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തോളുക, സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇനി സംസാരിക്കാൻ പറ്റും തോന്നണില്ല, അതുപോലെ വന്നേരം തൊട്ടിട്ട് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സൗണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.